ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യെരുശലേമിന്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്ന് നാം കാണുന്ന കാഴ്ചകൾ കാർഡോ മാക്സിമ എന്ന പ്രധാന തിരിവാണ്. റോമൻ സാമ്രാജ്യത്തിന്റെ ബിസന്റീൻ കാലഘട്ടം AD 324 മുതൽ 628 വരെയാണ്. ഈ കാലഘട്ടത്തിൽ ജെറുസലേം പണിയപ്പെട്ടത് വലിയ കോട്ടമതിൽ, ഗോപുരങ്ങൾ, കവാടങ്ങൾ, പള്ളികൾ, വെള്ളക്കല്ല് പാകിയ തെരുവുകൾ എന്നിവ കൊണ്ടാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് ഈ പട്ടണത്തിൽ പാർക്കുവാൻ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായ സത്യം. ഈ കാലഘട്ടത്തിൽ ജെറുസലേമിൽ 2 പ്രധാന വീഥികൾ, ഹൈവേസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് പട്ടണത്തിന്റെ വടക്ക് നിന്ന് തെക്കോട്ട് നീളുന്ന കാർഡോ മാക്സിമ, രണ്ടാമത്തത് കിഴക്ക് നിന്ന് വടക്കോട്ട് നീങ്ങുന്ന ഡമാസ്കസ് മാക്സിമ. എന്നാൽ പട്ടണം ഈ കാലഘട്ടത്തിൽ തന്നെ കിഴക്കോട്ട് എക്സ്റ്റെൻഡ് ആയപ്പോൾ ഈ 2 പ്രധാന വീഥികൾ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടു. അതിൽ കാർഡോ മാക്സിമ എന്ന ഹൈവേയുടെ ഏതാനും അവശിഷ്ടങ്ങൾ ഇന്നും ശേഷിക്കുന്നുണ്ട്. അത് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. ഈ കാണുന്ന വീതിയാണ് കാർഡോ മാക്സിമസ്. വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്തിരുന്ന പ്രധാന ഹൈവേ ആണ് ഇത്. ഇതിന്റെ ഒരു പ്രത്യേകത, റോമൻ ആർക്കിടെക്ചർ ആയ കല്ലിൽ പണി കഴിപ്പിച്ച തൂണുകൾ ഈ വീതിയുടെ ഇരുവശങ്ങളിലും കാണാം. റോമൻ കാലഘട്ടത്തിലെ പുരാതന ജെറുസലേമിന്റെ മാതൃകയിലുള്ള ഒരു ചിത്രം ഇവിടെ ഭിത്തിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാർഡോ മാക്സിമ എന്ന ഈ തെരുവിന് 1400 വർഷത്തിൻ്റെ പഴക്കം പറയുവാനുണ്ട്. ഈ വീഥിയുടെ വശത്ത് കാണുന്ന ഈ കൽത്തൂണുകൾ റോമൻ നഗരത്തിൻ്റെ സംസ്കാരത്തെയും അതിൻ്റെ പ്രതാപത്തെയും വിളിച്ചറിയിക്കുന്നു. വീഥിയുടെ വശത്തായി മൊസൈക്കിൽ ചിത്രീകരിച്ചു വച്ചിരിക്കുന്ന അന്നത്തെ ഈ മാർക്കറ്റിൻ്റെ കടകളുടെ 9 മാതൃകകൾ കാണാം. ബിസന്റീൻ കാലഘട്ടത്തിൽ ആഭരണക്കടയുടെ മാതൃകയിലുള്ള മൊസൈക്കിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് ഈ ഭിത്തിയിൽ നാം കാണുന്നത്. ആ കാലഘട്ടത്തിലെ ഒരു തുണിക്കടയുടെ മാതൃകയാണ് മൊസൈക്കിൽ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ചിത്രപ്പണികൾ ഇവിടെ കാണുന്നു. ബിസന്റീൻ കാലഘട്ടത്തിലെ ഒരു പച്ചക്കറികളുടെയും ഫലങ്ങളുടെയും വിൽക്കുന്ന കടയുടെ ഒരു മാതൃക ഇവിടെ കാണുവാൻ സാധിക്കുന്നു. കന്നുകാലികളെ വിൽക്കുന്ന ഒരു കടയുടെ മാതൃകയാണ് ചിത്രത്തിൽ കാണുന്നത്. റോമൻ കാലഘട്ടത്തിൽ വളർത്തുന്നതിനും കൃഷിക്കും വാഹനമായിട്ടും കന്നുകാലികളെയും മറ്റു മൃഗങ്ങളെയും ഉപയോഗിച്ചിരുന്നതായി നമുക്ക് അറിയാമല്ലോ. സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന ഒരു കടയുടെ മാതൃകയാണ് ചിത്രത്തിൽ കാണുന്നത്. വീണ്ടും ജെറുസലേമിൻ്റെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമായി നിങ്ങളുടെ അടുക്കൽ വരുന്നതുവരെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.